Hello friends, and AVAERAGE നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഡിംഗ് മെന്റസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സി പ്രോഗ്രാമിങ്ങിൻ്റെ അകത്ത് ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. ഫൈൻഡിങ് ദി സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ടർബോ C++ എന്ന് പറയുന്ന ഐഡിയയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീനി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്താലും മതി. നിങ്ങൾക്ക് അതിനകത്ത് സി പ്രോഗ്രാം കമ്പൈൽ ചെയ്യാനായിട്ട് പോസിബിൾ ആയിരിക്കണം, റൺ ചെയ്യാനായിട്ട് പോസിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പൈലർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഇവിടെ ടർബോ C ഓപ്പൺ ചെയ്യാണ്. രണ്ടിലും വർക്ക് ചെയ്യുന്ന കോഡ് സെയിം ആണ്. അപ്പോൾ കോഡിൻ്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്ലാസ്സിനകത്ത് ഫസ്റ്റ് ക്ലാസ്സിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഈ വീഡിയോയിലോട്ടാണ് വരുന്നതെങ്കിൽ ഫസ്റ്റ് ക്ലാസ് തൊട്ട് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ കോഡിൻ്റെ കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം വരാം, അല്ലെങ്കിൽ ജസ്റ്റ് കണ്ടിന്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫയലിൻ്റെ അകത്ത് പോയിട്ട് ഒരു ന്യൂ പ്രൊജക്റ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ടർബോ സിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സേവ് ചെയ്യാം. അപ്പോൾ ഞാനവിടെ സേവ് ചെയ്യാൻ പോണത് സം ആൻഡ് average.c. ഓക്കെ, .c നമ്മളുടെ സി പ്രോഗ്രാമിൻ്റെ എക്സ്റ്റൻഷനാണ്. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഹാഷ് ഇൻക്ലൂഡ് stdio.h ഇൻക്ലൂഡ് ചെയ്യണം. വോയിഡ് മെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. വോയിഡ് മെയിൻ എന്താണ്, ഹാഷ് ഇൻക്ലൂഡ് stdio എന്താണ്, ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസ് എല്ലാം ചെക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ മുതൽ ഞാൻ നോടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്ക് 3 നമ്പേഴ്സ് യൂസറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇൻപുട്ടായിട്ട് വാങ്ങാനായിട്ടുണ്ട് ഇല്ലേ. എന്നിട്ട് വേണം നമുക്ക് ആ 3 നമ്പേഴ്സിൻ്റെയും സമ്മ് കാണണം, എന്നിട്ട് അതിൻ്റെ ആവറേജ് കാണണം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സം ആൻഡ് ആവറേജ് കാണാനായിട്ടുള്ള 3 നമ്പേഴ്സ് അത് നമുക്ക് യൂസറിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ച് വേണം വാങ്ങാനായിട്ട്. അപ്പോൾ യൂസറിനോട് ചോദിക്കാനായിട്ട് നമുക്ക് സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് കാണിക്കണം എൻ്റർ 3 നമ്പേഴ്സ്, അല്ലെങ്കിൽ എൻ്റർ യുവർ ഫസ്റ്റ് നമ്പർ. നമുക്ക് 1 by 1 ആയിട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റർ യുവർ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു സെൻറ്റൻസ് നമുക്ക് സ്ക്രീനിൽ പ്രിന്റ് ചെയ്യാനായിട്ട് നമുക്ക് printf എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതിനകത്ത് എൻ്റർ യുവർ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസ് നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, ഇത് ആയിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്യുക. നമുക്കറിയാം സീനകത്ത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോഴും നമ്മളൊരു സെമിക്കോളൻ ആഡ് ചെയ്യണം. ഇനി ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഫസ്റ്റ് എലമെൻറ്റിനെ അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പറിനെ സിസ്റ്റത്തിലോട്ട് എൻ്റർ ചെയ്യാനുള്ള ഒരു സ്പേസാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, സ്പേസ് കൊടുക്കുന്ന ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, പ്രിന്റ്എഫും സ്കാൻഎഫ് ഒക്കെ. അപ്പോൾ നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സ്കാൻഎഫ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രിന്റ്എഫും സ്കാൻഎഫും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്താണെന്ന് അറിയില്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്കാൻഎഫ് കൊടുത്തു. സ്കാൻഎഫിൻ്റെ അകത്ത് നമ്മൾക്ക് യൂസർ എൻ്റർ ചെയ്യുന്ന വാല്യൂവിനെ എവിടെയെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യണം അല്ലേ, ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ അകത്തോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു വേരിയബിളിനെ അല്ലെങ്കിൽ ആ ഒരു വാല്യൂവിനെ പിന്നീട് നമുക്ക് നമ്മുടെ കോഡിൻ്റെ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ യൂസർ എൻ്റർ ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് നമ്പറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. നമുക്കറിയാം നമ്മുടെ യൂസർ മൊത്തം 3 നമ്പേഴ്സ് അടിക്കും. നമ്മൾ ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പറഞ്ഞു. ഇത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ എൻ്റർ യുവർ സെക്കൻഡ് നമ്പർ എന്ന് ചോദിക്കണം. ഓക്കെ, അല്ല, അങ്ങനെ 3 നമ്പേഴ്സും എൻ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചോദിക്കണം. ഈ 3 നമ്പേഴ്സും സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് 3 വേരിയബിൾസ് വേണം. ഓക്കെ, ഈ വേരിയബിൾസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എന്ത് ടൈപ്പ് ഡാറ്റേനെ ആയിരിക്കും, ഒരു ഇൻറ്റീജർ നമ്പറിനെ ആയിരിക്കും സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. യൂസർ എൻ്റർ ചെയ്യാൻ പോകുന്ന ഒരു ഇൻറ്റീജർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വേരിയബിൾസ് ഹോൾഡ് ചെയ്യേണ്ടത് ഇൻറ്റീജർ ടൈപ്പിലുള്ള ഒരു ഡാറ്റേനെ ആയിരിക്കണം, ഒരു ഡാറ്റ വാല്യൂവിനെ ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് വേണം ഡിക്ലെയർ ചെയ്യാൻ, കാരണം നമ്മുടെ വേരിയബിൾ ഹോൾഡ് ചെയ്യാൻ പോകുന്നത് ഇൻറ്റീജറാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫസ്റ്റത്തെ നമ്പറിനെ നമുക്ക് num1 എന്ന് കൊടുക്കാം. നമ്മൾ 3 നമ്പർ റിസീവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം ഇത് 3ഉം ഇൻറ്റീജർ ടൈപ്പിലുള്ള ഡാറ്റ വാല്യൂസ് തന്നെയാണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരൊറ്റ റോയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതുള്ളൂ. ഇപ്പോൾ num1ഉം num2ഉം ഇൻറ്റീജർ തന്നെയാണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. നമുക്കൊരു നോഡ് വേണം num3. ഈ 3ഉം ഇൻറ്റീജറാണ്. ഇപ്പോൾ ഒരെണ്ണം ഇൻറ്റീജറാണ്, ഒരെണ്ണം ഫ്ലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഒറ്റ സിംഗിൾ ലൈനിൽ കൊടുക്കാൻ പറ്റില്ല, നമ്മൾ സെപ്പറേറ്റ് തിരിച്ച് തന്നെ കൊടുക്കേണ്ടി വരും. ഓക്കെ,
അപ്പോൾ നമ്മൾ num1ഉം num2ഉം num3ഉം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻറ്റീജർ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു num1 ഫസ്റ്റ് നമ്പറിനെ ഈ num1 എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമുക്ക് യൂസറിൻ്റെ നിന്ന് വാങ്ങിച്ച് ഈ num1ലോട്ട് സ്റ്റോർ ആക്കി വെക്കണം. ഓക്കെ, അതിനുവേണ്ടി സ്കാനഫിൻ്റെ അകത്ത് ഡബിൾ കോട്ട്സിനകത്ത് നമ്മൾ റിസീവ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻറ്റീജർ ആണ്, അതുകൊണ്ട് %d കൊടുത്തു. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സ്കാനഫ് %d കൊടുത്തു. എന്നിട്ട് നമ്മൾ എവിടേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്? num1 എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സിലോട്ടാണ് നമ്മൾ യൂസറിൻ്റെ വാങ്ങുന്ന ആ ഒരു നമ്പറിനെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അപ്പം num1ൻ്റെ അഡ്രസ്സിലോട്ട് സ്റ്റോർ ചെയ്യണം. അപ്പം num1ൻ്റെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ആംപർസെൻ്റ് ആണ്. ആംപർസെൻ്റ് num1 എന്ന് കൊടുത്താൽ എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ഒരു സെമിക്കോളൻ ആഡ് ചെയ്യാം. ഇവിടെ എന്ത് സംഭവിക്കുന്നത്? യൂസറിൻ്റെ കയ്യിൽ നിന്നും ഇൻറ്റീജർ ആയിട്ടുള്ള ഒരു വാല്യൂവിനെ നമ്മൾ റിസീവ് ചെയ്തിട്ട് അതിനെ num1 എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സിലോട്ട് സ്റ്റോർ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ num1 സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് printf വിളിച്ചിട്ട് അടുത്ത സെക്കൻഡ് നമ്പർ നമുക്ക് ചോദിക്കാം. ഓക്കെ, നമുക്ക് എൻ്റർ യുവർ സെക്കൻഡ് നമ്പർ. ഓക്കെ, ഇനി നമ്മൾ ചോദിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഒരു സ്കാനഫ് വേണം. സ്കാനഫ് ചെയ്തിട്ട് നമുക്ക് ഈ സെക്കൻഡ് നമ്പറിനെ നമ്മൾ ഫസ്റ്റ് നമ്പർ ചെയ്ത പോലെ തന്നെ num2 എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ നമ്മൾ റിസീവ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. അതിൻ്റെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് num2 എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സിലോട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആംപർസെൻ്റ് num2 എന്ന് വേണം കൊടുക്കാൻ. എന്നിട്ട് അത് നമ്മൾ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ തേർഡ് നമ്പറും പ്രിൻ്റ് ചെയ്യണം. അല്ലെങ്കിൽ തേർഡ് നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസറിനോട് ചോദിക്കണം. അപ്പോൾ നമ്മളിവിടെ എൻ്റർ യുവർ തേർഡ് നമ്പർ എന്ന് പറയാൻ നമ്മൾ ചോദിച്ചു. ഓക്കെ, നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ സ്കാനഫ് യൂസ് ചെയ്തുകൊണ്ട് ആ തേർഡ് നമ്പറിനെയും നമ്മൾ num3 എന്ന് പറയുന്ന വാല്യൂയിലോട്ട് അല്ലെങ്കിൽ ആ ഒരു വേരിയബിളിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി വേരിയബിളിൻ്റെ അഡ്രസ്സ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ അഡ്രസ്സിലോട്ട് ഇത് സ്റ്റോർ ആയിക്കോളും. ഇപ്പോൾ നമുക്ക് num1ഉം num2ഉം num3 ആണ്. ഓക്കെ, num3യും കിട്ടി. അത് നമ്മൾ ഓരോ വേരിയബിൾസിലോട്ട് നമ്മൾ സ്റ്റോർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് സം ആണ് കണ്ടുപിടിക്കേണ്ടത്. സം കണ്ടുപിടിക്കണം. ഈ 3 നമ്പേഴ്സിൻ്റെയും സം കണ്ടുപിടിക്കാം. അതിനുശേഷം നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് സിയുടെ അകത്ത് നമുക്ക് കമൻറ്റുകൾ റൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സിംഗിൾ ലൈൻ കമൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 2 സ്ലാഷ് ആണ്, 2 ഫോർവേഡ് സ്ലാഷ് ആണ്. ഇവിടെ നമുക്ക് ഫൈൻഡിങ് സം എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് കമൻ്റ് ആണ്. ഇത് നമ്മളുടെ കമ്പൈലർ ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നില്ല. ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈൻഡിങ് സം ആണ് അത് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ സമ്മിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു വേരിയബിൾ വേണം. ഓക്കെ, എന്ന് വെച്ചാൽ അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ num1 ഉണ്ട്, num2 ഉണ്ട്, num3 ഉണ്ട്. ഇത് 3ഉം കൂടി ആഡ് ചെയ്തിട്ട് ഈ നമുക്ക് കിട്ടുന്ന ആ ഒരു സമ്മിനെ ഹോൾഡ് ചെയ്യണം. സമ്മിനെ ഏതെങ്കിലും ഒരു വാല്യൂയിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നാലാണ് ആ വാല്യൂ ഉപയോഗിച്ച് നമുക്ക് സമ്മിനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു വേരിയബിൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സമ്മിനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സമ്മിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇത് 3ഉം ഇൻറ്റീജർ വാല്യൂ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സമ്മ് എന്തായിരിക്കും? ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും അല്ലേ? നമ്മൾ ഒരു 3 ഇൻറ്റീജർ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഇൻറ്റീജർ ആയിട്ടുള്ള നമ്പർ തന്നെയായിരിക്കും. ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ നമ്പർ ആയിരിക്കും. അത് വേണമെങ്കിൽ നെഗറ്റീവ് ആവും, പോസിറ്റീവ് ആവും, പക്ഷേ ഡെസിമൽ നമ്പേഴ്സ് ആയിരിക്കില്ല. ഓക്കെ, ഒരു ഹോൾ നമ്പർ ആയിരിക്കും. അതാണ് ഇൻറ്റീജർ. അപ്പോൾ നമുക്ക് സം എന്ന് പറഞ്ഞിട്ട് വേറൊരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യാം. ഈ സം ഓക്കെ നമ്മളത് ചെയ്തു. ഇനി ഈ സമ്മിലോട്ട് നമുക്ക് ഈ num1ഉം num2ഉം num3യും ആഡ് ചെയ്തിട്ട് ഈ ഒരു സമ്മിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് സം ഈക്വൽസ് ടു num1 പ്ലസ് num2 പ്ലസ് num3 സെമിക്കോളൻ. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കഴിഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ സം എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിലോട്ട് ഇൻറ്റീജർ ആയിട്ടുള്ള ഈ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമുക്ക് സം വന്നു. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ സമ്മിനെ ഡയറക്റ്റ് പ്രിൻറ്റ് ചെയ്യിക്കാം. പക്ഷെ നമുക്ക് പ്രിൻറ്റിങ് ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യാൻ നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആവറേജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആവറേജ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫൈൻഡിങ് ആവറേജ്. ഓക്കെ, ആവറേജ് കാണാനായിട്ടുള്ള അതിൻ്റെ ഫോർമുല എന്താണ്? അല്ലെങ്കിൽ ഫോർമുല ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് എല്ലാ
ഈ ഒരു വാല്യൂസിന് നമ്മൾ ടോട്ടൽ സം ചെയ്യുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം, എത്ര എലമെന്റ്സ് ഉണ്ടോ അത്ര ആ ഒരു നമ്പർ വെച്ചിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സം ഡിവൈഡഡ് ബൈ സം ഓഫ് നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ ദി നമ്പർ ഓഫ് നമ്പേഴ്സ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പൊ എന്തായാലും മനസ്സിലായി എനിക്കറിയാം. എന്നാലും നമുക്ക് സിമ്പിളായിട്ട് മാത്സിലൊക്കെ പഠിക്കുന്നതാണ് ആവറേജ് കാണാനുള്ള ഫോർമുല. അപ്പൊ അതേ ഫോർമുല തന്നെ നമുക്ക് ചെയ്യാം. ഈ ആവറേജിനെയും നമുക്ക് സമ്മ് പോലെ തന്നെ ഒരു വേരിയബിളിലോട്ട് വേണം നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട്. AVG എന്ന് പറയുന്നത് നമുക്ക് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഈ ആവറേജ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് ആവാൻ ചാൻസ് ഉണ്ട്, അതിനകത്ത് ഡെസിമൽ വാല്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ഇൻറ്റീജർ വേരിയബിൾ ആയിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് ഫ്ലോട്ട് അല്ലെങ്കിൽ ഡബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഫ്ലോട്ടിന് കൊടുക്കാം, AVG എന്ന് നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി ആ ഒരു AVG എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് നമ്മൾ ഇതിൻ്റെ ആവറേജ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു AVG ഈക്വൽസ് ടു അല്ലെങ്കിൽ ആവറേജ് ഈക്വൽസ് ടു സം ഡിവൈഡഡ് ബൈ, ഈ സം എവിടെ നിന്നാണ് വരുന്നത്, നമ്മൾ സം ഫസ്റ്റ് തന്നെ കണ്ടു ഇല്ലേ. സമ്മിൻ്റെ അകത്ത് ഇപ്പോൾ എന്തുണ്ട്, ഈ 3 നമ്പേഴ്സിൻ്റെ സം ഉണ്ട്. ഓക്കെ, ഇനി ആ സം ഡിവൈഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് ആണ്. അപ്പോൾ ഡെഫിനറ്റ് ആണ് ഈ ഒരു 3 എന്ന് പറയുന്ന നമ്പർ ചേഞ്ച് ആവില്ല, നമ്പർ ഓഫ് നമ്പേഴ്സ്. ഓക്കെ, അത് നമുക്ക് 33 അല്ല 3. ഓക്കെ, ഇത് നമ്മൾ ഫിക്സ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആവറേജും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു 2 വാല്യൂസിനെയും സമ്മിനെയും ആവറേജിനെയും പ്രിന്റ് ചെയ്യിക്കുക. ഓക്കെ, നമ്മളുടെ പ്രോഗ്രാം കഴിഞ്ഞു. ഈ സമ്മിനെ ആവറേജിനെ പ്രിന്റ് ചെയ്യിക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ printf sum of numbers എന്ന് കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ ഒരു വ്യൂ കൂട്ടി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കോളൻ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ സം പ്രിന്റ് ചെയ്യേണ്ടത്. സം ഇവിടെയാണ് ഡിസ്പ്ലേ ആവേണ്ടത്. അപ്പോൾ സം എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ വാല്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ %d എന്ന് കൊടുക്കാം. എന്നിട്ട് ഒരു കോമ ഇട്ടതിന് ശേഷം ഈ %d റീപ്ലേസ് ആവേണ്ടത് എന്ത് വാല്യൂ യൂസ് വെച്ചിട്ടാണ്, നമ്മൾ സം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തുള്ള വാല്യൂ ആണ് ഈ ഒരു %d അവിടെ വരേണ്ടത്. ഓക്കെ, ഇപ്പം എന്ത് സംഭവിക്കും, സമ്മിലുള്ള വാല്യൂ ഇവിടെ വന്നിട്ട് റീപ്ലേസ് ആയിട്ട് ഈ ഒരു സം ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സം പ്രിന്റ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കാം. നമുക്കിതൊരു സെമിക്കോളനായിട്ട് ക്ലോസ് ചെയ്യാം. നമുക്കിനി അടുത്തതായിട്ട് ആവറേജ് പ്രിന്റ് ചെയ്യിക്കണം. ഓക്കെ, ആവറേജ് പ്രിന്റ് ചെയ്യിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറയാം. നമ്മൾ ഈ ഒരു സം പ്രിന്റ് ചെയ്തു, അടുത്ത് വേറൊരു ലൈൻ പ്രിന്റ് ചെയ്തു. വേറൊരു ലൈനായിട്ട് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ലൈൻ നമ്മൾ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ലൈനിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പ്രിന്റ് ആവുള്ളൂ. എന്ന് വെച്ചാൽ അതേ ലൈനിൽ തന്നെ അതിനോട് കൺകാറ്റിനേറ്റ് ചെയ്തിട്ടായിരിക്കും അത് പ്രിന്റ് ആവുക. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഫസ്റ്റത്തെ ലൈൻ ഇവിടെ വെച്ച് /n കൊടുത്ത് ബ്രേക്ക് ചെയ്യാം. ഓക്കെ, കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, \/ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, \n വെച്ചിട്ട് ബ്രേക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആവറേജിനെയും പ്രിന്റ് ചെയ്യിക്കാം. printf average of numbers. ഇത് നമുക്കറിയാം ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇതൊരു ഇൻറ്റീജർ അല്ല, അതുകൊണ്ട് തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് %f ആണ്. അപ്പോൾ അത് കൊടുക്കാം. എന്നിട്ട് ആവറേജ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളും കൊടുക്കാം. അപ്പോൾ ഈ ആവറേജിലുള്ള വാല്യൂ ഈ ഒരു %f റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ പ്രോഗ്രാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ വോയിഡ് മെയിൻ ആണ് യൂസ് ചെയ്തേക്കുന്നത് അല്ലേ. ഈ ഒരു വോയിഡ് മെയിൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പ്രോഗ്രാം റൺ ചെയ്യാൻ നോക്കിയാൽ അങ്ങനെ റൺ ആവില്ല. കാരണം നമ്മുടെ വിൻഡോ വന്നിട്ട് എപ്പോൾ ക്ലോസ് ആവണം എപ്പോൾ ഓപ്പൺ ആവണം എന്നൊന്നും ഇതിനൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ ഒരു കീബോർഡിൽ ഒരു എൻ്റർ, നമ്മുടെ വിൻഡോ എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനാണ്, അല്ലെങ്കിൽ നമ്മുടെ റൺ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സ്ക്രീനാണ്. അപ്പോൾ ആ സ്ക്രീൻ വന്നിട്ട് എപ്പോൾ അത് ക്ലോസ് ആവണം എന്ന് നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. അത് മെൻഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് താഴെ ഈ ഒരു ഏറ്റവും എല്ലാത്തിൻ്റെയും എൻഡിലായിട്ട് നമുക്ക് get ch എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഒരു യൂസർ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഈ ഒരു കോഡ് വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇത് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്യാരക്ടർ എൻ്റർ ചെയ്യുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ റിട്ടേൺ ചെയ്യും. ആ ഒരു ഔട്ട്പുട്ട് വിൻഡോ ക്ലോസ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യും. അതിനാണ് നമ്മൾ ഈ ഒരു get ch കൊടുക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ
നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അതായത് സി പ്രോഗ്രാമിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ മുൻപ് റൺ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാമുകളുടെ ഔട്ട്പുട്ട് നമ്മുടെ സ്ക്രീനിൽ കിടക്കണ്ടാവും. ഓക്കെ ഇല്ലേ? അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനകത്ത് ക്ലിയർ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ സ്ക്രീൻ. ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യും. ഇതിന് ശേഷമായിരിക്കും ഇവിടെ തൊട്ട് നമ്മുടെ ഒരു ന്യൂ അല്ലെങ്കിൽ ഒരു നല്ലൊരു പുതിയൊരു പ്രൊജക്റ്റ് ആയിട്ട് ഇത് റൺ ആയിക്കോളും. ഓക്കെ, അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ Alt+F9 പ്രസ് ചെയ്യുക. എന്തെങ്കിലും ഇററോ വാർണിങ്സോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് Ctrl+F9 പ്രസ് ചെയ്താൽ ഇത് നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, എൻ്റർ യുവർ ഫസ്റ്റ് നമ്പർ. ഞാനിവിടെ ഫസ്റ്റ് നമ്പറായിട്ട് 5 കൊടുത്തു, എൻ്റർ അടിച്ചു. ഇപ്പോൾ ചോദിച്ചു എൻ്റർ യുവർ സെക്കൻഡ് നമ്പർ. സെക്കൻഡ് നമ്പറായിട്ട് ഞാൻ 6 കൊടുക്കുകയാണ്, എൻ്റർ അടിച്ചു. എൻ്റർ യുവർ തേർഡ് നമ്പർ 7 കൊടുത്തു. ഓക്കെ, എൻ്റർ അടിച്ചു. സം ഓഫ് നമ്പേഴ്സ് ഈക്വൽസ് ടു 18. ഓക്കെ, സം ഓഫ് നമ്പേഴ്സ് 18 കറക്റ്റ് ആണ്. നിങ്ങൾ നോക്കി 18 തന്നെയല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ, അത് കറക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവറേജ് ഓഫ് നമ്പേഴ്സ് 18 ഡിവൈഡ് ബൈ 3. ഓക്കെ, ടോട്ടൽ 3 നമ്പേഴ്സ് ആണുള്ളത്. 18 ഡിവൈഡ് ബൈ 3 എത്രയാണ്? 6. ഓക്കെ, അപ്പോൾ നമ്മളുടെ സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ വീഡിയോയും ക്ലാസ്സും നന്നായിട്ട് തന്നെ മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്തൊരു നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.